ഹലോ ഗൈസ്, എല്ലാവർക്കും നിധി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോണ ഒരു വെറൈറ്റി സ്പോട്ടിലേക്കാണ്. അത് ലാംസ് റോക്ക് എന്ന് പറയും. ലാംസ് റോക്ക് കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. ഇവിടെ അടുത്ത് തന്നെയാണ്. പോകുന്ന വഴിയൊക്കെ ഇത്തിരി ഹൊറർ ഫീലാണ്. നമുക്ക് നോക്കാം. എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? എല്ലാരും വിട്ടാലാ? അച്ഛന്മാരെ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ചെറിയൊരു അമ്പലമുണ്ട്. അതിൻ്റെ അരികിൽ കൂടി ചെറിയ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹൊറർ ഫീല് തുടങ്ങണത് ഇവിടെയാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്. അനിയനാണ് ക്യാമറ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പയ്യെ മുമ്പോട്ട് പോയി നോക്കാം.
എന്തായാലും അടിപൊളിയാണ് ഈ റൂട്ടിലെ കാഴ്ചകളൊക്കെ. നമ്മളെ ചെക്കനൊക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും പയ്യപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോവാം. ഫോറസ്റ്റിന്റെ അകത്ത് കൂടി പോകുന്ന ഒരു ഫീലാണ് ഇവിടെ. അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോ രാവിലെയൊക്കെ ചെറുതായിട്ട് വെയിലൊക്കെ വീണായിരുന്നു. പക്ഷെ ഇവിടെ എപ്പോഴും ഈ ക്ലൈമറ്റ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ബസ് റൂട്ടാണിത്. ബസ് വരും, ചെറിയ വഴിയാണ്. കാറിനൊക്കെ വന്നു കഴിഞ്ഞാല് ബ്ലോക്ക് ആവാൻ സാധ്യത എപ്പോഴും ഉണ്ട്. ഇവിടെ വഴി എപ്പോഴും മുമ്പോട്ട് പോകുമ്പോ കാണാം ഈ റോഡ് ചെറുതായാണ് വരുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ മേട്ടുപ്പാളയം ടൗണൊക്കെ ഇവിടെ നിന്ന് കാണാം. നമുക്ക് ഇപ്പൊ ഫുള്ള് കോടയാണ്. ഇവിടെ കോടമഞ്ഞ് മൂടിയിരിക്കുകയാണ്. കോട ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫുള്ള് കാണാറുണ്ട് ഇവിടെ. ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ നേരെ നമ്മൾ ലാംസ് റോക്കിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നോക്കിയാൽ നമുക്ക് ടൗൺ അടിപൊളിയായിട്ട് കാണാം. കോയമ്പത്തൂർ മേട്ടുപ്പാളയം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. തണുപ്പ് അടിക്കുന്നുണ്ട് വണ്ടിക്ക് പോകുമ്പോഴത്തേനും. ചെവിയൊക്കെ അടഞ്ഞുണ്ട്. ക്യാമറയിലുള്ള അത്ര ലൈറ്റ് കൂടി ഇവിടെ നാച്ചുറലായിട്ട് ഇല്ല കേട്ടോ. ഫുള്ളൊരു ഇരുട്ട് മൂടാണ്. നമ്മളിപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് മുമ്പോട്ട് പോവാണ്. എന്തായാലും ലാംസ് റോക്ക് എത്തിയിട്ടില്ല. കുറച്ചുകൂടി പോകാനുണ്ട്. ലാംസ് റോക്കിലേക്ക് ഒരു 4 കിലോമീറ്ററോളം ഉണ്ടാവും. ഇതൊരു റെസ്റ്റോറന്റ് ആണ്. ഇത് വെറൈറ്റി കൺസെപ്റ്റ് അല്ലേ? എവിടെയാണ് ഇതാണ്. എൻട്രി ഫീസ് ഉണ്ട്. 10 രൂപയാണ് ഒരാൾക്ക്. പിന്നെ നമുക്ക് ക്യാമറ 20 രൂപ, വീഡിയോ ക്യാമറ ആണെങ്കിൽ 30 രൂപ. അങ്ങനെ എൻട്രി ഫീസ് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മേളിലേക്ക് പോവാം. ഇവിടുത്തെ ടിക്കറ്റാണ്, എൻട്രി പാസ്സാണിത്. നമുക്കിപ്പോൾ പതുക്കെ
മേളിലേക്ക് നടക്കാം. വഴി ഇത്തിരി ഓഫ് റോഡാണ്. നമുക്കിപ്പോൾ 4 വീൽ ഡ്രൈവ് എന്തായാലും ഇട്ട് കൊടുക്കാം. 4x4 ആക്കിയിട്ടുണ്ട് വണ്ടി. പവറായിട്ടുണ്ട്, സ്പീഡൊക്കെ കൂടി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടി നമുക്ക് മേളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ അടിപൊളിയാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. ചുറ്റും മലകളും ഫുള്ളൊരു ഗ്രീനറിയാണ്. നമുക്ക് അവിടെ നോക്കാം, അങ്ങോട്ട് കയറി നോക്കാം. ഇവിടുത്തെ സ്റ്റെപ്പ് ചെയ്തേക്കണുണ്ടോ? ഇതൊരൊറ്റ പാറയുടെ ഒരു പീസാണ്. അത് കൊത്തി കൊത്തി ലെവൽ ചെയ്ത് വെച്ചേക്കുക. ചെറിയ സ്റ്റെപ്പ് തീരണല്ലോ. ക്രൗഡാണ്. ആ തിരക്ക് മാറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കോടയില്ലായിരുന്നെങ്കിലേ ഫുൾ നൈസായിട്ട് കാണാമായിരുന്നു നമുക്ക്. മച്ചാമാരെ നമ്മളിതേ പതുക്കെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മള് മരത്തിന്റെ ഇടയിൽ ഇങ്ങനെ കോടതി ഇരിക്കണം, ആ ഒരു സീനൊക്കെ കാണാറില്ല. ആ സംഭവമാണ് ഇതാ ഇവിടെ ഇപ്പോ. വേണ്ട, ചുറ്റും നോക്കിയേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? എന്തായാലും പയ്യെ പയ്യെ താഴ്ത്തായിട്ട് പോവാ. നമ്മളിത് നടന്ന് താഴെത്തി. ഇതിവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നട്സ്, അടിപൊളി സൈക്കിള്, പിന്നെ വണ്ടികള്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇവനെന്തായാലും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മ ഇവനെ കൊണ്ടുപോകാൻ. നമ്മ എന്തായാലും അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. മഴ മാറിയിട്ട് നമുക്ക് പയ്യെ മുമ്പോട്ട് പോകാം. നല്ല തണുപ്പുണ്ട്. എന്നാലും മഴ നൈസായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മളും പതുക്കെ പോവാണ്.
നമുക്കിപ്പോൾ മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടത്തോളം കയറി വന്ന കയറ്റങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ഇറക്കാണ്. ഇതാ ഒരു അട്ട കയറി അവൻ്റെ കാലിൽ ജീൻസിലാണ് കാരണം തീരില്ല, ഇവിടെ നിന്ന് കയറിയെന്നറിയില്ല. കറക്റ്റായിട്ട് കണ്ടത് എടുത്ത് കളയാൻ നോക്കുന്നത് അട്ട പിടിക്കണവരെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഇതാ ചേട്ടായി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ കോടയില്ലാത്തപ്പോൾ വ്യൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ആ കാണുന്ന ആ ഒരു മലയും ഇതാ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന തേയിലത്തോട്ടോ ആ കാണുന്ന ഇതൊക്കെ ഉണ്ട, അതാണ് ഇവിടെ നിന്നുള്ള. അത് ശരിക്കും കാണണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോയിന്ന് കാണണം. നിങ്ങൾക്ക് ലാംസറൊക്കെ ഇവിടെ നോക്കിയിട്ട് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാ കാണുന്ന നമ്മൾ പോയി നിന്ന സ്ഥലമാണ് ലാംസറോക്കില്. നമ്മളാ മേളില് ഏറ്റവും മേളിൽ ചെന്ന് നിന്നില്ലേ, ഇതാ കാണുന്നതാണത്. അത്ര സൂം ഫുൾ കറക്റ്റ് കിട്ടുന്നില്ല. അത് കാണുന്നതാണ് ലാംസറോക്കിന്റെ നമ്മൾ ഏറ്റവും മേളിൽ പോയുള്ള വ്യൂ പോയിന്റ്. അടിപൊളിയല്ലേ കോടയില്ലാണ്ടുള്ളൊരു വ്യൂ. താഴെ കാണുന്നത് ആ മേട്ടുപ്പാളയം ടൗൺ ആണ് കേട്ടോ. മേട്ടുപ്പാളയം ടൗൺ ആണ് കാണുന്നത്. ചെറിയ പൊട്ട് പോലെ കാണുന്നത് ഓരോരോ വീടുകളും ബിൽഡിംഗ് ഒക്കെയാണ് കാണുന്നത്. നേരെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കോയമ്പത്തൂർ. ആ കാണുന്നത് കോയമ്പത്തൂരാണത്. നല്ല തണുപ്പുണ്ട്. മഴയൊക്കെ നനഞ്ഞുകൊണ്ട് വിറക്കണം നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും മഴയൊക്കെ പെയ്ത് അടിപൊളിയായിട്ടുണ്ട്. നല്ല പച്ചപ്പകതെ തെളിഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് നിൽക്കാണ് മോനെ. എന്തായാലും ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഫുള്ള് നനഞ്ഞിരിക്കുക. എന്തായാലും പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ.